കര കേന്ദ്രീകരിച്ചുള്ള സിഗ്നൽ ലഭിച്ച എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിട്ട് 7-ാം നാളും അർജുനെക്കുറിച്ചോ അർജുൻ്റെ ലോറിയെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഒരു സൂചനയും കിട്ടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുഴ കേന്ദ്രീകരിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ നടക്കുന്ന പുഴയും കരയും ചേർന്ന ഭാഗത്ത് ഒരു വലിയ മൺതിട്ടമോ രൂപപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പരിശോധന. ഇനിയിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പുഴയ്ക്ക് നടുവിൽ വലിയ മൺകൂനകൾ മൺകൂനൽ ദ്വീപ് കണക്കെ മണ്ണിറങ്ങി മണ്ണ് നികന്ന് മുകളിലേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അത് മാറ്റി പരിശോധിക്കണമെങ്കിൽ വലിയ ബാർജൊക്കെ വേണ്ടി വരണം, അത് ഇടിച്ചിട്ട് പരിശോധിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പുഴയിലിറങ്ങിയുള്ള പരിശോധന വലിയ സാങ്കേതിക സംവിധാനവും വലിയ വലിയ മാനവ വിഭവശേഷിയും ഒക്കെ ആവശ്യമുള്ള പരിശോധനയാകും. അത് എത്രത്തോളം ഈ സംവിധാനം വെച്ച് നടക്കുമെന്ന് അറിയില്ല. നാളെ മുതൽ പുതിയ സംവിധാനം വരുമോ എന്നും അറിയില്ല. എന്തായാലും ഉന്മേഷ്, ഒരു കാര്യം ഉറപ്പാണ്, 7-ാം നാൾ നമ്മൾ ഈ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഓൾമോസ്റ്റ് തീരുന്നു എന്ന് ഉറപ്പായും പറയും. ഇപ്പോഴും പക്ഷേ നമ്മുടെ മലയാളി രഞ്ജിത്ത് ഇസ്രായേൽ നേതൃത്വത്തിലൊക്കെ മലയാളി രക്ഷാ ദൗത്യ സംഘാംഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ക്ലിയർ ചെയ്യണം എന്നാൽ രഞ്ജിത്ത് അല്പസമയം വിളിച്ചപ്പോൾ അവിടെ ഫുൾ ക്ലിയർ ചെയ്യുക എന്നാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് മണ്ണ് കൂടി നിൽക്കുന്ന മൺകൂനകളിൽ ഒക്കെ ഈ ഡീപ് ഫ്രീക്വൻസി റഡാർ വെച്ച് പരിശോധന നടത്തി അവിടെ കിട്ടിയ സിഗ്നലുകളൊക്കെ നോക്കി. ഇന്ന് പ്രധാനമായും കിട്ടിയ 2 സിഗ്നലുകളിൽ ഒരു സിഗ്നൽ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. നമ്മൾ ഇത് വണ്ടി തന്നെയാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. കാര്യം ഇത്രനാളും കിട്ടിയ സിഗ്നലിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കരുത്തോടെ വലിയ സ്ട്രെങ്ത് ഉള്ള നീളൻ ഒരു മെറ്റാലിക് കഷ്ണം എന്ന രീതിയിൽ തന്നെയാണ് വന്ന വിലയിരുത്തൽ. അത് വണ്ടിയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. മാത്രമല്ല നമ്മുടെ അർജുൻ്റെ ഫോണിൻ്റെ അവസാന ലൊക്കേഷൻ കിട്ടിയ സ്ഥലം എന്ന നിലയ്ക്ക് കൂടി അത് വണ്ടിയാകുമെന്ന വലിയ പ്രതീക്ഷ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം 8 മീറ്റർ താഴത്തിൽ നടത്തിയ പരിശോധനയിൽ അത് വണ്ടിയല്ല എന്ന് സ്ഥിരീകരിച്ചു. അത് പാറയിലെ ധാതു കഷ്ണം. നമ്മൾ ഇവിടെ നിരന്തരം നമ്മുടെ റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സിഗ്നലുകൾ ഈ ധാതു സാന്നിധ്യമാണ്. ആ ധാതു സാന്നിധ്യം തന്നെയാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നു. വീണ്ടും നമുക്ക് നിരാശയായി ഫലം. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുഴയിലേക്ക് കൂടി. അതിനുശേഷം ഈ ലക്ഷ്മണന്റെ കടയിരുന്ന ആ ഭാഗത്ത് ഒരു പാടം, അതിന് താഴെ ഒരു പാടമാണ്. ആ പാടത്തേക്ക് ഈ ലോറി ഇരുന്നു പോയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയിൽ അവിടെ അന്വേഷണം നടത്തി. പക്ഷേ അവിടെയും കാര്യമായ ഉന്മേഷ്, നല്ല മഴ പെയ്യാണ് ഇവിടെ. ഈ മഴയാണ് ഇടവിട്ട് പെയ്യുന്ന ഈ വലിയ മഴയാണ് രക്ഷാദൗത്യത്തിന് എപ്പോഴും വിഘാതമാവുന്നു. ഇപ്പോഴും ആ പുഴ കേന്ദ്രീയ തിട്ടയിൽ രക്ഷാ സൈനികർ അവിടെ നിൽപ്പുണ്ട്, അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവിടെയും ഒരു ചെറിയ സിഗ്നൽ കണ്ടു ഉന്മേഷ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിഗ്നലിൻ്റെ അത്രയും വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സാധാരണ സിഗ്നൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് ഈ പറയുന്ന വണ്ടിയുടെ ഏതെങ്കിലും ഭാഗമാണോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും ഈ സംശയം, എങ്ങനെയാണ് GPS ലൊക്കേഷൻ കിട്ടുക, എങ്ങനെയാണ് ഫോൺ ഓഫായതിനു ശേഷം വീണ്ടും ഓൺ ആവുക, എങ്ങനെയാണ് ഫോൺ റിങ് ചെയ്യുക എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഉണ്ടായിരിക്കുന്നത് ഒരു മാസീവായിട്ടുള്ള വലിയ ലാൻഡ്സ്ലൈഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ടൊരു ദൃശ്യം കണ്ടിരുന്നു. ഒരു വലിയ ടാങ്കർ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് കണ്ടെത്തിയ വലിയൊരു ടാങ്കറിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അത് ഈ വലിയ ഒഴുക്കിൽപ്പെട്ട അടിച്ച് പുഴയിലേക്ക് പോയി, പുഴയിൽ കൂടി ഒഴുകിപ്പോയി അപ്പുറത്ത് കരയ്ക്ക് അടിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് ഈ ലോറി ഒരുപക്ഷെ പുഴയിലേക്ക് പോയിട്ടുണ്ടോ എന്നാലും സംശയിച്ചാലും അവരെ അത്ഭുതപ്പെടാൻ കഴിയില്ല. ആ ദൃശ്യം കണ്ടവർ. അത്രത്തോളം വലിയ മഴയാണ്. ഉന്മേഷ്, ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. നമ്മൾ നേരത്തെ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു, വലിയ കാറ്റും വലിയ മഴയും ഉണ്ടാകും എന്ന കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. വലിയ കാറ്റാണ് ഇവിടുത്തെ മഴയുടെ പ്രത്യേകത. നമ്മൾ നേരത്തെ നിൽക്കുമ്പോഴും പെട്ടെന്നൊരു മഴ വലിയ കാറ്റോടുകൂടി വന്നിരുന്നു. അതിപ്പോൾ വീണ്ടും മഴയായിട്ട് തുടങ്ങുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യം ഓൾമോസ്റ്റ് ഇപ്പോൾ തീരാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ 8 മണിയോടുകൂടി തന്നെ അവസാനിച്ചാണ്. ഇന്നിപ്പോൾ ഈ സിഗ്നലും കിട്ടാത്ത പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു ഉന്മേഷ്, കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആവുകയാണ്. നാളെ മുതൽ ഗംഗാവലി പുഴയിലേക്കുള്ള രക്ഷാദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് പക്ഷേ ഈ സംവിധാനങ്ങൾ എന്തായാലും മതിയാവില്ല. കൂടുതൽ നാവികസേന അംഗങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ, ആ നടുക്കുള്ള മൺകൂന പൊളിക്കാൻ അല്ലെങ്കിൽ പൊളിച്ചു നോക്കാനുള്ള ബാർജ് സൗകര്യങ്ങൾ, കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ അനിവാര്യമായി വരും. എന്തായാലും നമ്മൾ ഈ കരയിൽ കണ്ട രക്ഷാദൗത്യത്തിനേക്കാൾ 10 മടങ്ങ് സങ്കീർണമാകും ഗംഗാവലി പുഴയിലെ രക്ഷാദൗത്യം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ വലിയ ആഴവും പരപ്പും വീതിയുമുള്ള വലിയ പുഴയാണ്. ഈ മണ്ണ് മുഴുവൻ ഈ പുഴയുടെ മടിത്തട്ടിൽ കിടപ്പാണ്. വലിയ ഒഴുക്കാണ്. ഇത് അഴിമുഖത്തോട് ചേർന്ന സ്ഥലമാണ്, കടലിനോട് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ വലിയ ആഴം ഇവിടെയുണ്ട്. അപ്പോൾ സാധാരണ നിലവിലുള്ള സംവിധാനം വെച്ച് എന്തായാലും നടക്കുന്നില്ല. ഇവിടെ അല്പസമയം മുൻപാണ് MK രാഘവൻ MP അടക്കം കാർവാർ MLA അടക്കമുള്ളവർ വന്നു പോയത്. അവരൊക്കെ പറയുന്നുണ്ട് അവർ അവസാന ഘട്ടം വരെയും ഇത് കണ്ടെത്തും വരെയും രക്ഷാദൗത്യം തുടരും എന്നൊക്കെ കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു. എന്നൊക്കെ പറയുമ്പോൾ പോലും ഉന്മേഷ്, ഇവിടെ
ഈ റോഡിൻ്റെ അങ്ങേയറ്റം ഈ റോഡ് പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. ഈ റോഡിൻ്റെ അങ്ങേയറ്റം ലോറികളുടെ നീണ്ട നിര 100-150 ലോറികൾ അവിടെ നീണ്ട ക്യൂ ആയിട്ട് കിടക്കുകയാണ്. ഈ റോഡ് ഓപ്പണായി കൊടുത്താൽ മാത്രമേ ആ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയൂ. ആ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയുള്ള കോക്കസിങ് അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ലോറി ഉടമകളൊക്കെ അവിടെ അറ്റം നടത്തുന്നൊക്കെയുണ്ട്. അപ്പോൾ ഈ റോഡ് തുറന്നു കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ പരിശോധന തീരണം. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി ഇവിടുത്തെ പരിശോധന വൈൻഡപ്പ് ചെയ്യുക എന്ന ലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം ചില പ്രതികരണങ്ങളിൽ നിന്ന് തോന്നിയിരുന്നു. അതെന്തായാലും അങ്ങനെ ലക്ഷ്യമുണ്ടായാലും ഇല്ലെങ്കിലും അവിടെ ഈ കരയിൽ നടത്താവുന്ന പരിശോധനയുടെ പരമാവധി പരിശോധനകൾ ഇതിനോടകം ഇന്ന് അവിടെ നടത്തുന്നു. കാര്യമായി ഒന്നും കിട്ടുന്നില്ല. ഗംഗാവലി പുഴയിലേക്ക് പരിശോധന നീളുകയാണ്. അത് ഏതളവിൽ, ഏത് എക്സ്റ്റൻറ്റിൽ, എത്രത്തോളം ആളുകൾ ഇറങ്ങി, എത്രത്തോളം സംവിധാനങ്ങളുമായി പുരോഗമിക്കും, നമ്മൾ പോയ 7 ദിവസം രക്ഷാദൗത്യം വെച്ച് നോക്കിയാൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഉന്മേഷ്, ഇപ്പോൾ ഹാഷ്മി മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു 8 മണിയോടുകൂടി രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നുവല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രിയിലും തെരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യതയുമില്ലല്ലോ അല്ലേ ഹാഷ്മി? ഇല്ല എന്ന് പറയാം, ഇല്ല എന്ന് പറയാം.